ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരുപാട് സാങ്കേതിക പുരോഗതികളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ വളരെ ഈസിയാക്കുന്നവയുമാണ്. എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ശ്രവണ വൈകല്യം അഥവാ കേൾവിക്കുറവ്. സ്മാർട്ട് ഫോൺസ്, ബ്ലൂടൂത്ത് ഡിവൈസസ്, ഇയർബഡ്സ്, എക്സ്ട്രീം സൗണ്ട് പൊല്യൂഷൻ എന്നിവ കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും അധികമാണ്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? 85 ഡെസിബലിലധികം ശബ്ദ തീവ്രതയിൽ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നത് കേൾവിശക്തിയെ ബാധിക്കും. അതുപോലെ നീണ്ട സമയത്തേക്ക് തുടർച്ചയായി ഇയർഫോൺ ഉപയോഗിക്കുന്നതും കേൾവിശക്തിയെ ബാധിക്കും. നഗരജീവിതത്തിലെ ട്രാഫിക്, ഫാക്ടറികളിൽ നിന്നുണ്ടാകുന്ന ശബ്ദ മലിനീകരണം, വെടിക്കെട്ടുകളിൽ നിന്നുണ്ടാകുന്ന ശബ്ദ മലിനീകരണം എന്നിവയെല്ലാം നമ്മളുടെ കേൾവിയെ സാരമായി ബാധിക്കും. അമിതമായ ഉത്കണ്ഠ, സ്ട്രെസ്സ്, ഉറക്കക്കുറവ് എന്നിവയെല്ലാം ചെവിക്കുള്ളിൽ നിന്ന് ഒരു മൂളക്കം അഥവാ ടിനൈറ്റിസ് എന്ന ലക്ഷണങ്ങളും ഉണ്ടാക്കാം. ഇത്തരം കേൾവിക്കുറവോ മൂളക്കമോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇഗ്നോർ ചെയ്യാതെ നിങ്ങളുടെ ENT ഡോക്ടറെ സമീപിക്കുകയും വിദഗ്ധ അഭിപ്രായം തേടുകയും ചെയ്യേണ്ടതാണ്. നമ്മളുടെ കേൾവിക്ഷമത നഷ്ടപ്പെടുമ്പോൾ അത് തിരികെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ശബ്ദം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിന് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.